ഹായ് ഫ്രണ്ട്സ്, ഇന്ന് നമ്മൾ ഇന്ത്യയുടെ സ്റ്റോക്ക് മാർക്കറ്റിൽ കണ്ടത് ബുൾസും ബിയേഴ്സും തമ്മിലുള്ള യഥാർത്ഥത്തിലുള്ള ഒരു യുദ്ധം തന്നെയാണ് നമ്മൾ ഇന്ന് കണ്ടതെന്ന് കാണാം. കാരണം ഇന്ന് നിഫ്റ്റി ഓപ്പൺ ചെയ്തത് 23,050 പിന്നീട് നിഫ്റ്റിയിൽ വലിയൊരു തകർച്ചയാണ് ഉണ്ടായത്. അതായത് 23,000 എന്നുള്ള ആ ഒരു പ്രധാനപ്പെട്ട ഒരു മേജർ സപ്പോർട്ടിനെ ബ്രേക്ക് ചെയ്തുകൊണ്ട് അത് താഴോട്ടേക്ക് പോയിട്ട് 22,800 എന്നുള്ള ലെവലിൽ ടച്ച് ചെയ്തു. അപ്പോൾ അതിൽ നിന്നും താഴോട്ട് പോയിട്ട് 22,798 വരെ പോയിരുന്നു. അപ്പോൾ അത് 22,800 എന്നുള്ള മറ്റൊരു മേജർ സപ്പോർട്ടിലേക്ക് അത് എത്തിയത് രണ്ടാമത്തെ തവണയാണ് ആ ഒരു സപ്പോർട്ടിലേക്ക് നിഫ്റ്റി എത്തുന്നത്. അപ്പോൾ അവിടെ നിന്ന് പിന്നീടും ഒരു റിക്കവറിയാണ് നമുക്ക് കാണാൻ കഴിഞ്ഞത്. പിന്നീട് ഒരു ഹൈ 23,144 വരെ പോയി. അപ്പോൾ അവിടെ അതിശക്തമായ ഈ ഒരു അപ്പ് ആൻഡ് ഡൗൺ ഇന്നത്തെ മാർക്കറ്റിൽ ഉണ്ടായത് സൂചിപ്പിക്കുന്നത് അവിടെ ശക്തമായ ഒരു ബൈങ് പിന്നീട് നടന്നിട്ടുണ്ട് എന്നുള്ളതാണ്. അപ്പോൾ നമുക്ക് ആസ്വദിക്കാൻ കഴിയുന്നത് ഇന്ന് നെഗറ്റീവ് ക്ലോസിംഗ് ആണെങ്കിലും അല്ലെങ്കിൽ ഒരു ഫ്ലാറ്റ് ആയിട്ടുള്ള ക്ലോസിംഗ് ആണെങ്കിലും അത് 23,000 മുകളിൽ നിഫ്റ്റി വന്നു എന്നുള്ളത് വലിയൊരു ആശ്വാസകരമായ കാര്യമാണ്. കൂടാതെ ഇന്നത്തെ ആ ഒരു കാൻഡിൽ ഫോർമേഷൻ നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ അവിടെ വലിയ ഒരു വിക്കുള്ള ഒരു ഹാമർ പാറ്റേൺ ഫോം ചെയ്തതായിട്ട് കാണാം. എക്സാക്ട്ലി ഹാമർ അല്ലെങ്കിലും അവിടെ ഒരു ഹാമർ ലുക്കിലുള്ള ഒരു പാറ്റേൺ ആണ്. ഇത് പൊതുവെ നമുക്കറിയാം, ടെക്നിക്കൽ അനാലിസിസ് നടത്തുന്നവർക്കറിയാം അതൊരു ബുള്ളിഷ് കാൻഡിലാണ്. അപ്പോൾ അവസാന നിമിഷം ഉണ്ടായ ആ ശക്തമായ ബൈങ്ങിൻ്റെ ഭാഗമായിട്ട് അങ്ങനെയൊരു ഹാമർ ഫോം ചെയ്തത്. അപ്പോൾ സ്വാഭാവികമായിട്ടും ഒരു ബുള്ളിഷ്നെസ് മാർക്കറ്റിൽ അവസാന നിമിഷം ഉണ്ടായി എന്നുള്ളതാണ് യാഥാർത്ഥ്യം. ഇത് കൂടാതെ ഒരു ഡബിൾ ബോട്ടം പാറ്റേൺ ഓൾറെഡി നിഫ്റ്റി ഫോം ചെയ്ത് കഴിഞ്ഞു. 2 പ്രാവശ്യം 22,800 എന്നുള്ള ലെവൽ ടച്ച് ചെയ്തിട്ടാണ് തിരിച്ചു പോയിട്ടുള്ളത്. അപ്പോൾ അതുകൊണ്ട് തന്നെ അത് സൂചിപ്പിക്കുന്നത് ഒരു ശക്തമായ റിക്കവറി മാർക്കറ്റിൽ ഉണ്ടായേക്കാം എന്നുള്ളതാണ്. നമുക്ക് ഉറപ്പ് പറയാൻ കഴിയില്ല, നമ്മൾ പറയുന്നത് തെറ്റായിരിക്കാം. എങ്കിലും അത്തരത്തിലൊരു സാധ്യത നമുക്ക് ഇത്തരത്തിലുള്ള ചാർട്ട് പാറ്റേൺ അനലൈസ് ചെയ്യുമ്പോൾ മനസ്സിലാകുന്നുണ്ട്. അപ്പോൾ ഇന്നത്തെ നമ്മൾ ബ്രോഡ് മാർക്കറ്റ് ഇൻഡെക്സുകൾ നോക്കിക്കഴിഞ്ഞാൽ മൊത്തത്തിലെല്ലാം ഒരു ഫ്ലാറ്റ് അല്ലെങ്കിൽ ചെറിയ തോതിലുള്ള നെഗറ്റീവ് ക്ലോസിംഗ് ആണ് നമുക്ക് കാണാൻ കഴിയുക. ഇപ്പോൾ നിഫ്റ്റി ലാർജ് ക്യാപ്പ് ആയാലും മിഡ് ക്യാപ്പ് ആയാലും സ്മോൾ ക്യാപ്പ് ആയാലും എല്ലാം ആ രീതിയിലാണ് ഇന്നത്തെ ക്ലോസിംഗ്. പക്ഷെ അവിടെ മൈക്രോ ക്യാപ്പ് പോസിറ്റീവ് ക്ലോസ് ചെയ്തതായിട്ട് നമുക്ക് കാണാൻ കഴിയും. ഇപ്പോൾ മാർക്കറ്റിൻ്റെ ഒരു ബോട്ടം ആണ് ഇതെന്നും അതിൻ്റെ അർത്ഥത്തിൽ ബൈ ചെയ്യേണ്ട ഒരു അവസരമാണ് ഇതെന്നും ധാരാളം ഇൻവെസ്റ്റേഴ്സ് ചിന്തിക്കുന്നു എന്നാണ് നമുക്ക് ഇതിൽ നിന്നും മനസ്സിലാവുന്നത്. സെക്ടോറൽ ഇൻഡെക്സുകൾ നോക്കിക്കഴിഞ്ഞാൽ പ്രധാനമായിട്ട് ഇന്ന് പച്ചകത്തി നിൽക്കുന്നത് ബാങ്ക് ഇൻഡെക്സ് ആണെന്ന് കാണാം. ഇപ്പോൾ ബാങ്കിങ്ങിലുള്ള മറ്റ് ഇൻഡെക്സുകൾ, ഇപ്പോൾ പ്രൈവറ്റ് ബാങ്ക് ഇൻഡെക്സ് ആയാലും അതേപോലെ PSU ബാങ്കിൻ്റെ ഇൻഡെക്സ് ആയാലും ഫൈനാൻഷ്യൽ സർവീസസ് ആയാലും അതെല്ലാം പച്ചകത്തി നിൽക്കുന്നത് കാണാം. അപ്പോൾ അവിടെ ഒരു പോസിറ്റിവിറ്റി ഉണ്ടായിട്ടുണ്ട്. അപ്പോൾ ബാങ്കിങ് ആൻഡ് ഫൈനാൻഷ്യൽ സർവീസസ് സെഗ്മെൻറ്റിൽ ഉണ്ടായിട്ടുള്ള ശക്തമായൊരു ബൈങ് ആണ് ഇന്നത്തെ ഒരു ക്രാഷിൽ നിന്നും മാർക്കറ്റിനെ രക്ഷപ്പെടുത്തിയത് എന്ന് നമുക്ക് മനസ്സിലാക്കാൻ കഴിയും. അപ്പോൾ ഇതിനൊരു കാരണമായിട്ടുണ്ടാവുക ഇന്ന് വന്ന ഒരു റിപ്പോർട്ടാണ്. ആ റിപ്പോർട്ട് എത്രമാത്രം സ്ഥിരീകരിക്കപ്പെട്ടു എന്നറിയില്ല, എങ്കിലും അത് റോയിട്ടേഴ്സും അതേപോലെ മണി കൺട്രോൾ സൈറ്റിലൊക്കെ കാണുന്ന ഒരു റിപ്പോർട്ട് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇന്ത്യൻ സെൻട്രൽ ബാങ്ക്, അതായത് ഇന്ത്യൻ RBI മാർക്കറ്റിലേക്ക് വലിയ തോതിൽ പണം പമ്പ് ചെയ്യുകയാണ് എന്നുള്ളതാണ്. അതായത് 2.5 ട്രില്യൺ റുപ്പീസിൻ്റെ ഏകദേശം $28 ബില്യൺ ഒരു ഇൻഫ്യൂഷൻ അവർ മാർക്കറ്റിലേക്ക് ഇറക്കിയിട്ടുണ്ട് എന്നുള്ളതാണ്. അപ്പോൾ ഇത്ര വലിയൊരു എമൗണ്ട് മാർക്കറ്റിലേക്ക് അവർ ഇറക്കുന്നത് കഴിഞ്ഞ ഒരു വർഷം ഒരു സിംഗിൾ ഡേ ഇത്രയധികം പണം മാർക്കറ്റിലേക്ക് പമ്പ് ചെയ്യുന്നത് ഇതാദ്യമായിട്ടാണെന്ന് പറയുന്നു. കൂടാതെ ഇത് നമ്മുടെ റുപ്പിയുടെ ആ ഒരു ഡിവാല്യുവേഷനെ മറികടക്കാനും അതുവഴി ഫോറക്സ് മാർക്കറ്റിൽ ഇടപെട്ടുകൊണ്ട് റുപ്പിയെ സ്റ്റെബിലൈസ് ചെയ്യാനുമുള്ള ഒരു ശ്രമമാണെന്നും അതുകൂടാതെ ബാങ്കുകളുടെ ലിക്വിഡിറ്റി വർദ്ധിപ്പിക്കുവാനും അതുവഴി ഈ റേറ്റ് കട്ടുമായി ബന്ധപ്പെട്ടിട്ട് മാർക്കറ്റിൽ ആവശ്യം വേണ്ട പണം ഇറക്കാനുള്ള മറ്റൊരു ശ്രമം കൂടിയാണ് എന്നും ഇതിൽ നിന്നും പൊതുവെ വായിച്ചെടുക്കാവുന്നതാണ്. അപ്പോൾ ഇത് ബാങ്കിങ് സെഗ്മെൻറ്റിൽ ഉണ്ടായിട്ടുള്ള ഒരു മുന്നേറ്റത്തിന് ഈ ഒരു കാരണമായിരിക്കാം ഇമ്പാക്റ്റ് ഉണ്ടാക്കിയത് എന്നാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്. ഇന്നത്തെ FII DIIs ഡാറ്റ നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ ഇവിടെ FIIs അവരുടെ സെല്ലിങ് തുടർന്നുകൊണ്ടേയിരിക്കുകയാണ്. ഇന്നലെ സെല്ല് ചെയ്ത പോലെ 4,000 കോടിയുടെ ഒരു സെല്ലിങ് അവർ ഇന്നും നടത്തിയിട്ടുണ്ട്. പക്ഷേ ഇവിടെ ഇന്ന് നമുക്ക് കാണാൻ കഴിയുന്നത് ഡൊമസ്റ്റിക് ഇൻവെസ്റ്റേഴ്സ് 1,000 കോടി അധികം വാങ്ങിയതായിട്ട് കാണാം. സാധാരണ ഫോറിൻ ഇൻവെസ്റ്റേഴ്സ് എത്രയാണോ വിൽക്കുന്നത് അതിനാനുപാതികമായിട്ടാണ് നമുക്ക് ഡൊമസ്റ്റിക് ഇൻവെസ്റ്റേഴ്സിൻ്റെ വാങ്ങൽ കാണാൻ കഴിയും. പക്ഷെ ഇവിടെ കൂടുതലായിട്ട് വാങ്ങിയിട്ടുണ്ട് എന്ന് നമുക്ക് മനസ്സിലാക്കാൻ കഴിയും. അപ്പോൾ അവിടെ ഡൊമസ്റ്റിക് ഇൻവെസ്റ്റേഴ്സ് അവരുടെ ബൈങ് കുറക്കുന്നില്ല എന്നുള്ളത് വളരെയധികം ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ളൊരു കാര്യമാണ്. അപ്പോൾ ഇന്ന് നിഫ്റ്റി 500 ടോപ്പ് പെർഫോമിംഗ് 2 സ്റ്റോക്കുകളെ കുറിച്ചാണ് ഇവിടെ കുറച്ചുകൂടി വിശദമായിട്ട് സംസാരിക്കുന്നത്. R4iലേക്ക് എല്ലാവർക്കും ഒരിക്കൽ കൂടി സ്വാഗതം. അപ്പോൾ ഇന്ന് 7% ഒരു റാലി നടന്ന സ്റ്റോക്കാണ് ക്യാമ്പസ് ആക്റ്റീവ് വെയർ. ഇപ്പോൾ 282 എന്നുള്ള പ്രൈസ് ലെവലിലാണ് നമുക്കത് കാണാൻ കഴിയുക. അപ്പോൾ ഇന്ത്യയിലെ ലാർജസ്റ്റ് സ്പോർട്സ് ആൻഡ് അത്ലറ്റിക്സ് ഫുട് വെയറിൽ ആ ഒരു ബ്രാൻഡിൽ അതിൻ്റെ വാല്യൂ കൊണ്ടും വോളിയം കൊണ്ടും വളരെയധികം മുന്നിൽ നിൽക്കുന്ന ഒരു കമ്പനിയാണിത്. അതായത് ഈ ക്യാമ്പസ് ഫുട് വെയർ ഏകദേശം 17% ഒരു മാർക്കറ്റ് ഷെയറാണ് ഈ സ്പോർട്സ് ആൻഡ് അത്ലറ്റിക്സ് ഫുട് വെയറിൽ അവർക്കുള്ളത്.
അവരുടെ ഒരു റിസൾട്ട് വന്നിരുന്നു. ആ റിസൾട്ട് നമ്മൾ നോക്കുകയാണെങ്കിൽ വളരെ ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള റിസൾട്ടാണ്. ഇയർ ഓൺ ഇയറിൽ 9% സെയിൽസ് ഗ്രോത്തും ഇയർ ഓൺ ഇയർ പ്രോഫിറ്റിൽ 86% ഒരു പ്രോഫിറ്റ് ഗ്രോത്തും നമുക്ക് കാണാൻ കഴിയും. അതുപോലെ ക്വാർട്ടർ ഓൺ ക്വാർട്ടർ സെയിൽസിൽ വമ്പിച്ച ഒരു ജമ്പാണ്, 54% ഒരു ജമ്പ് കാണാം. അതുപോലെ ക്വാർട്ടർ ഓൺ ക്വാർട്ടർ പ്രോഫിറ്റിൽ 225% ജമ്പും കാണുന്നുണ്ട്. ഇത്ര ഇമ്പ്രസീവ് ആയിട്ടുള്ള ഒരു റിസൾട്ടാണ് ആ സ്റ്റോക്കിൽ വലിയ തോതിലുള്ള ബൈങ്ങിന് കാരണമായിട്ടുള്ളത്. ഇത് കൂടാതെ നമ്മൾ ശ്രദ്ധിക്കേണ്ടത്, നിർബന്ധമായിട്ട് ഫോക്കസ് ചെയ്യേണ്ട ഒരു സെക്ടറാണ് ഈ ലെതർ പ്രൊഡക്റ്റ്, പ്രത്യേകിച്ച് ഇത്തരത്തിലുള്ള ഷൂ ഫുട്വെയർ നിർമ്മാതാക്കളുടെ ഈ ഒരു സെഗ്മെൻറ്റ്. കാരണം ബജറ്റിൽ പ്രധാനപ്പെട്ട പരാമർശം അറിയിച്ച ഒരു സെക്ടറാണിത്. അപ്പോൾ ഫോക്കസ് ഓൺ പ്രൊഡക്റ്റ് സ്കീം എന്ന രീതിയിൽ ഈ ഒരു സെക്ടറിനെ ഇംപ്രൂവ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള വലിയ പദ്ധതികളാണ് ബജറ്റിൽ പ്രഖ്യാപിച്ചിട്ടുള്ളത്. അപ്പോൾ അതിൽ നമുക്ക് കാണാൻ കഴിയും 22 ലക്ഷത്തോളം പുതിയ ജോബ് ഈ മേഖലയിൽ ക്രിയേറ്റ് ചെയ്യാൻ ഗവൺമെൻറ് പ്രതിജ്ഞാബദ്ധമായിട്ട് പ്ലാനുകൾ പ്രഖ്യാപിച്ചിട്ടുണ്ട്. അപ്പോൾ ഇവരുടെ ഒരു ടേൺ ഓവർ 4 ലക്ഷം കോടിയാണ് പ്രതീക്ഷിക്കുന്നത്. കൂടാതെ എക്സ്പോർട്ട് 1.1 ലാക്ക് ക്രോറാണ് പ്രതീക്ഷിക്കുന്നത്. അപ്പോൾ ഇതിനു വേണ്ടിയിട്ട് പല വിധത്തിൽ സപ്പോർട്ടാണ് ഗവൺമെൻറ് പ്രഖ്യാപിച്ചിട്ടുള്ളത്. കൂടാതെ പല കസ്റ്റം ഡ്യൂട്ടികളും ഇവർക്ക് ഒഴിവാക്കി കൊടുത്തിട്ടുണ്ട്. പ്രത്യേകിച്ച് വെറ്റ് ബ്ലൂ ലെതറുള്ള ഡ്യൂട്ടി ഒഴിവാക്കി കൊടുത്തിട്ടുണ്ട്. അതുപോലെ ക്രസ്റ്റ് ലെതറിന് 20% എക്സ്പോർട്ട് ഡ്യൂട്ടി ഒഴിവാക്കി കൊടുത്തിട്ടുണ്ട്. ഇങ്ങനെ പല വിധത്തിലുള്ള സപ്പോർട്ടുകളും അവർക്ക് നൽകാനുള്ള ഒരു സ്കീമാണ് ഈ ബജറ്റിൽ പ്രഖ്യാപിച്ചിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ ഈ സെക്ടർ നമ്മൾ ശ്രദ്ധിക്കണം. അവിടെയുള്ള മറ്റ് സ്റ്റോക്കുകൾ, ഇപ്പോൾ ഉദാഹരണത്തിന് ക്യാമ്പസ് ആക്റ്റീവ് വെയറിനോട് പിയർ കമ്പാരിസൺ ചെയ്യാൻ പറ്റുന്ന മെട്രോ ബ്രാൻഡ്സ്, ബാറ്റ ഇന്ത്യ, റിലാക്സോ ഫുട്വെയർ, മിർസ ഇൻ്റർനാഷണൽ പോലെയുള്ള സ്റ്റോക്കുകൾ നമ്മൾ തീർച്ചയായിട്ടും വാച്ച് ലിസ്റ്റിൽ ആഡ് ചെയ്യേണ്ട സ്റ്റോക്കുകളാണ്. ഇന്ന് 7% കൂടുതൽ റാലി നടന്ന മറ്റൊരു സ്റ്റോക്ക് അശോക് ലേലൻഡാണ്. 219 രൂപ റേഞ്ചിൽ ട്രേഡ് ചെയ്യുന്ന ഈ സ്റ്റോക്ക് അപ്പോൾ ഇന്ത്യയിലെ ഒരു ലീഡിങ് സെക്കൻഡ് ലാർജസ്റ്റ് കമേഴ്ഷ്യൽ വെഹിക്കിൾ മാനുഫാക്ചറാണ്. അതുപോലെ വേൾഡിലെ തന്നെ 4th ലാർജസ്റ്റ് ബസ് നിർമ്മാതാക്കളാണ്. കൂടാതെ ഇവർ ട്രക്ക് നിർമ്മാണ രംഗത്ത് വേൾഡിലെ തന്നെ 9th ലാർജസ്റ്റ് കമ്പനിയാണ്. അപ്പോൾ അങ്ങനെ വലിയ വലിയ വിശേഷണങ്ങളുള്ളൊരു കമ്പനിയാണ് അശോക് ലേലൻഡ്. ഹിന്ദുജ ഗ്രൂപ്പിൻ്റെ ഒരു ഫ്ലാഗ്ഷിപ്പ് കമ്പനിയാണിത്. ഇപ്പോൾ ഡൊമസ്റ്റിക് മീഡിയം ഹെവി കമേഴ്ഷ്യൽ വെഹിക്കിൾ സെഗ്മെൻറ്റിൽ ഒരു മാർക്കറ്റ് ലീഡിംഗ് കമ്പനി കൂടിയാണിത്. ഇവരുടെ റിസൾട്ടും വളരെയധികം ഇമ്പ്രസീവ് ആയിരുന്നു. പ്രത്യേകിച്ച് പല ഓട്ടോ സ്റ്റോക്കുകളും അത്ര നന്നായിട്ട് പെർഫോം ചെയ്യാത്ത ഈ ഒരു ഘട്ടത്തിൽ ഇവർ നല്ലൊരു റിസൾട്ടാണ് പ്രൊഡ്യൂസ് ചെയ്തത്. ഇയർ ഓൺ ഇയർ സെയിൽസിൽ 8% വർധനവും ഇയർ ഓൺ ഇയർ പ്രോഫിറ്റിൽ 37% വർധനവും കാണാൻ കഴിയുക. അതേപോലെ ക്വാർട്ടർ ഓൺ ക്വാർട്ടർ സെയിൽസിൽ 7% വർധനവുണ്ട്. ക്വാർട്ടർ ഓൺ ക്വാർട്ടർ പ്രോഫിറ്റിലും 6% വർധനമുണ്ട്. അപ്പോൾ ഈ ഒരു റിസൾട്ട് ഇവരുടെ ബെസ്റ്റ് എവർ Q3 റിസൾട്ടാണ്. ഇവർ ഇത്രയുള്ള റിസൾട്ട് ഇതുവരെ അവരെ ചരിത്രത്തിൽ രേഖപ്പെടുത്തിയിട്ടില്ല എന്നാണ് പറയുന്നത്. അപ്പോൾ റിസൾട്ടിനോടനുബന്ധിച്ച് മാനേജ്മെൻറ്റ് പറയുന്ന ഒരു കമൻ്ററി പറയുന്നത് അവരുടെ ഇൻ്റർനാഷണൽ ബിസിനസ് നല്ല സ്ട്രോങ് ആയിട്ടുള്ള ഒരു ഗ്രോത്തിലാണ് പോകുന്നത് എന്നുള്ളതാണ്. അതുകൊണ്ട് തന്നെ അവരുടെ പുതിയ പല പ്രൊഡക്റ്റുകളും റെഡി ആയിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ അതിൻ്റെ ഒരു ലോഞ്ച് കൂടി ആകുമ്പോൾ നല്ല രീതിയിലുള്ള ഒരു മുന്നേറ്റം ഉണ്ടാകുമെന്നാണ് പറയുന്നത്. കൂടാതെ ഇവർ ബാറ്ററി ഇലക്ട്രിക് ആ ഒരു മേഖലയിൽ EV വെഹിക്കിളിൻ്റെ മേഖലയിലും വലിയ തോതിൽ ഇൻവെസ്റ്റ്മെൻറ്റിന് തയ്യാറായിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ അടുത്തൊരു 12 മാസത്തിനുള്ളിൽ അവരുടെ ഓർഡർ ബുക്ക് വലിയ തോതിൽ വർദ്ധിക്കുമെന്നാണ് അവർ പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ ഇത്തരത്തിലുള്ള ഒരു മാനേജ്മെൻറ്റ് ഗൈഡൻസും ഈ സ്റ്റോക്കിലുള്ള ഒരു റാലിക്ക് കാരണമായിട്ടുണ്ട്. അപ്പോൾ അതുകൊണ്ട് അശോക് ലേലൻഡും നമുക്ക് വാച്ച് ലിസ്റ്റ് ഇടാൻ പറ്റുന്ന മറ്റൊരു സ്റ്റോക്കാണ്. അപ്പോൾ ഇതൊക്കെയാണ് ഇന്നത്തെ മാർക്കറ്റിനെ കുറിച്ച് പറയാനുള്ളത്. അപ്പോൾ വലിയ തോതിൽ പാനിക് സെല്ലിങ് നടത്തിക്കൊണ്ടിരിക്കുന്ന നമ്മുടെ മാർക്കറ്റിൽ തീർച്ചയായിട്ടും ഇന്നത്തെ ഒരു മാർക്കറ്റ് കാണിക്കുന്നത് ചെറിയ തോതിലുള്ള ഒരു റിക്കവറിയുടെ ലക്ഷണമാണ്. എങ്കിലും ഇത് എത്രമാത്രം സസ്റ്റെയിൻ ചെയ്യുമെന്നറിയില്ല. കാരണം സെൽ ഓൺ റൈസ് മാർക്കറ്റാണ് നമ്മൾ കണ്ടുകൊണ്ടേയിരിക്കുന്നത്. ഇപ്പോൾ ഉദാഹരണത്തിന് ഇന്ന് നമ്മളിപ്പോൾ പറഞ്ഞിട്ടുള്ള ഇപ്പോൾ ക്യാമ്പസ് ആക്റ്റീവ് വെയർ ആയാലും അല്ലെങ്കിൽ അശോക് ലേലൻഡ് ആയാലും ഇതിലൊരു റാലി നടന്നു കഴിഞ്ഞാൽ തീർച്ചയായിട്ടും അവിടെ അടുത്ത ദിവസങ്ങളിൽ വലിയ തോതിലുള്ള പ്രോഫിറ്റ് ബുക്കിംഗ് കാണാൻ കഴിയും. ഒരു പുൾ ബാക്ക് നമുക്ക് തീർച്ചയായിട്ടും കാണാൻ കഴിയും. അപ്പോൾ ഇത്തരത്തിലുള്ള സെൽ ഓൺ റൈസ് മാർക്കറ്റിൽ നമുക്ക് ഒരു സ്റ്റോക്കും പെട്ടെന്ന് എൻട്രി എടുക്കാൻ പറ്റാത്ത ഒരു അവസ്ഥയാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ നമ്മൾ തീർച്ചയായിട്ടും കൂടുതൽ വാച്ച് ചെയ്യേണ്ടതുണ്ട്. നിഫ്റ്റിയുടെ അടുത്തൊരു ലെവല്, അതായത് ഒരു 23,300 ബ്രേക്ക് ചെയ്തുകൊണ്ട് 400 കടന്നു കഴിഞ്ഞാലാണ് നമുക്ക് തീർച്ചയായിട്ടും ഒരു റിക്കവറിയുടെ ലക്ഷണം പൂർണ്ണമായിട്ട് പറയാൻ കഴിയുള്ളൂ. അപ്പോൾ അതുവരെ നമ്മൾ വെയിറ്റ് ചെയ്യേണ്ടി വരും. നിങ്ങളുടെ അഭിപ്രായങ്ങളും കമൻറ്റുകളും അറിയിക്കുക. താങ്ക് ഫോർ വാച്ചിങ്. സീ യു നെക്സ്റ്റ് ടൈം വിത്ത് അനദർ വീഡിയോ.